നമസ്കാരം. എംബ്രേസ് ലൈഫിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസം ഒരു അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ടാറ്റ സുമോ കാണാൻ കാണാനിടയായി. അവർ പഴയ ഒരു കാര്യം ഓർമ്മ വന്നു. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആദ്യകാലങ്ങളിൽ ജീപ്പുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ട്രക്കറുകളും അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ടുള്ള വാഹനങ്ങൾ. ആ ഒരു ടൈപ്പിൽ ഒരു 8 പേര് 10 പേർക്ക് കയറാൻ പറ്റുന്ന ഒരു വലിയ വാഹനം, അടച്ചിട്ടുള്ള ഒരു വാഹനം, കംപ്ലീറ്റ് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഗ്ലാസ് ഒക്കെ ഇടാൻ പറ്റുള്ള ഒരു വാഹനം വന്നത് ടാറ്റ സുമോ ആണ്. ആ ടാറ്റ സുമോ വന്ന സമയത്ത് കുറെ നിരന്തരം ആക്സിഡന്റുകൾ ഉണ്ടായിരുന്നു. ആക്സിഡന്റുകളിൽ ഈ ഫാമിലി യാത്രകൾക്കൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. നല്ല കല്യാണങ്ങളിലായാലും അമ്പലങ്ങളിലായാലും അങ്ങനത്തെ ടൂർ യാത്രകളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ നിരന്തര അപകടങ്ങൾ നടക്കുകയും കൂടുതൽ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്താ പറഞ്ഞാൽ, ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഓരോ പുതിയ അപ്ഡേഷൻസ് നടക്കുകയും അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും അവയർനെസ് കൊടുക്കുകയും ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. സാധാരണ നമുക്കറിയാം, നമ്മൾ ബൈക്കിൽ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുകയെന്ന് വിചാരിക്കുക. സപ്പോസ് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച്, നാട്ടിലെ അനുവദിച്ച വേഗതയ്ക്കനുസരിച്ച് അവിടെയും നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായ വേഗതയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഏത് വാഹനം ഓടിക്കുമ്പോൾ ഞാനൊക്കെ ഒരു 35-40 കണ്ടിന്യൂസ് ആയിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണ്. വളരെ അപൂർവ സ്റ്റേജിൽ ഒരു 50-ൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകുന്നു. ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അവിടെ 80 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോകണം. നമുക്ക് എയർ നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് അടിച്ചുകൊണ്ടിരിക്കും. നമുക്കത് ഫീൽ ചെയ്യും. ശരിക്കും ഒരു നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നതെന്ന് അറിയാൻ പറ്റും. ഒരു ജീപ്പിൽ ഡ്രൈവ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ശക്തിയായിട്ട്. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത്രയും 60 കിലോമീറ്ററിലാണെങ്കിൽ ഓപ്പോസിറ്റ് 60 കിലോമീറ്റർ സ്പീഡിൽ മിനിമം കാറ്റടിച്ചുകൊണ്ടിരിക്കും. ഈ അടച്ചിട്ടുള്ള വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് കാറ്റ് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. നമ്മളെ ബോഡിയിൽ ഈ കാറ്റിൻ്റെ പ്രഷർ എഫക്റ്റ് ചെയ്യില്ല. അപ്പം നമ്മളറിയില്ല സ്പീഡ്. കുറച്ച് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഈ കേരളം വിട്ട് കർണാടകയിലേക്ക് പോയപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 80 കിലോമീറ്ററിൻ്റെ മേലെ സ്പീഡിൽ ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. കുറേ കഴിഞ്ഞ് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ഞാൻ കോപ്പൻസർ സീറ്റിലിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എടാ 80 കിലോമീറ്റർ മേലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, 80 കിലോമീറ്റർ മേലെ പോകുന്നില്ലല്ലോ, നമ്മൾ മീറ്ററിലൊക്കെ ഒന്ന് നോക്കുന്നു. അപ്പം ഏകദേശം 100 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം റോഡ് മാറി. കേരളത്തിൽ നിന്ന് വിട്ട് കർണാടക വന്നപ്പോൾ അവിടെ ഈ ഗുണ്ടൽപേട്ട ഭാഗത്ത് പുതിയ റോഡ് വർക്ക് കഴിഞ്ഞിട്ട് നല്ല റോഡായിരുന്നു. അപ്പം റോഡിലെ ഈ കൂടുതൽ സ്മൂത്ത് റോഡാകുമ്പോൾ നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മുടെ സ്പീഡ് അറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു, ഈ കാറ്റടിക്കുന്ന സമയത്ത് ഈ കാറ്റ് ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ട് മീറ്ററിൽ നോക്കി വണ്ടിയെ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മുടെ ഈ മുന്നിൽ കൺസോളിലെ സ്പീഡോമീറ്റർ ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്തിനാ വെറുതെ ഇത്ര കിലോമീറ്ററിൽ പോകുന്ന സൂചി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റർ എന്തിനാ വർക്ക് ചെയ്യുന്നത്? നമ്മൾക്ക് കാണുകയും നമ്മൾ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിൽ തന്നെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മുന്നോട്ട് ഓടിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു നോട്ടത്തിൽ കാണാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി നമ്മൾ റോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഏത് കാര്യത്തിലായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരന്തരം ഓരോ കാര്യങ്ങളും പഠനവിധേയമാക്കി അത് ട്രെയിൻ ചെയ്യുകയും അവയർനെസ് കൊടുക്കുകയും ഓരോ നിമിഷവും നാളെ അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും കാണാം.